ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ദാ ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ട് ഈ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, വെളുത്തുള്ളി ചതക്കൊന്നും വേണ്ട, അത് തോല് കളഞ്ഞ് അതുപോലെ തന്നെ മതിയാണ്. പിന്നെ കറിവേപ്പില. അപ്പോഴേക്കും ഇതാ നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് അച്ചാറൊക്കെ ഇടാൻ അറിയാമല്ലേ, അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് ഇതും, എല്ലാ അച്ചാറിടുന്ന പോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നത് വരേക്കും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് വെളിച്ചെണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പഴം ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ വാട്ടിയെടുക്കണം. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പഴം ഒന്ന് വാട്ടിയെടുക്കണേ. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, എണ്ണയിലല്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ പഴമൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പാകത്തിന് ഉപ്പൊക്കെ നമുക്ക് എങ്ങനെയാണോ അത് ആ രീതിയിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 സ്പൂണ് അച്ചാർ പൗഡർ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ നേന്ത്രപ്പഴം നമ്മളിട്ട ഈ പൊടികളിലെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വിനെഗർ, സുർക്ക, അത് ഒരു തുള്ളി ഒഴിച്ചാൽ മതി. അതിന് അളവൊന്നുമില്ല, അത് കൂടിപ്പോവരുത് കേട്ടോ. പുളിയൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. കുറച്ച് അങ്ങനെ ഇതാ എല്ലായിടത്തേക്കും സുർക്കയൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്രേവി ടൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ അച്ചാറിൻ്റെ ആ പരിവ് എല്ലാവർക്കും അറിയാമല്ലോ. അത് ഇതിലേക്ക് പിന്നെ ഇതാ 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റാണ്. നമുക്ക് ബിരിയാണിയിലേക്കും അതേപോലെ നെയ്ച്ചോറ്, മന്തി ഇതിലേക്കൊക്കെ പറ്റിയ നല്ലൊരു സൂപ്പർ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.